നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വന്നത് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉറപ്പായ 4 പേരുടെ പേര് പറയാൻ വേണ്ടിയിട്ട്. ഉറപ്പായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ തോന്നുന്ന ഏതാണ്ട് 99.9% ഉറപ്പാവും ഇതിനകത്ത് ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്ന 4 പേര്. ഈ പറയുന്ന 4 പേർക്കും കൂടി അറിയില്ല അവർ ഉറപ്പായോ ഇല്ലയെന്ന്. പക്ഷെ നമ്മുടെ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, അവർക്കൊക്കെ ഈ പറയുന്ന ഉറപ്പായി നിങ്ങൾ സെലക്ട് ആയി എന്ന് പറയണമെങ്കിൽ എന്തായാലും ഒരു 4-5 ദിവസം മുമ്പ്, ബിഗ് ബോസ് തുടങ്ങുന്ന 4-5 ദിവസം മുമ്പ് അവർക്കത് കിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിനാരിയെ വെച്ചിട്ട് അവരൊക്കെ ഉറപ്പായിട്ട് കാണും എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. തോന്നുന്ന 4 പേരുടെ പേരാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഈ പറയുന്ന മറ്റാരുമല്ല, ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന, നമുക്കറിയാം, യൂട്യൂബറാണ്. ഒരുപാട് വിവാദങ്ങളിലേക്ക് പെട്ട ഒരു കക്ഷിയാണ് ഈ പറയുന്ന. അപ്പം ജാസ്മിൻ ഈ പറയുന്ന പിന്നെ സീസൺ 6 ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എനിക്കൊരു 99% ജാസ്മിൻ ജാഫറിന്റെ കോള് പോയിട്ടുണ്ട്. അവൾ എന്തായാലും ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ജാസ്മിൻ ജാഫറിന്റെ എന്ത് രീതി നോക്കിയാലും അവരൊരു ബോൾഡാണ്, വളരെ ഫയർ ആയിട്ടുള്ള ഒരു കൊച്ചാണ്, സംസാരിക്കാൻ അറിയാം. ഈ പറയുന്ന അത്യാവശ്യത്തിനുള്ള ഫോളോവേഴ്സ് ഉണ്ട്. അതിപ്പം ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, എന്തായാലും അത്യാവശ്യമുള്ള ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇതെല്ലാം നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ ജാസ്മിൻ ജാഫർ എന്തായാലും ഉറപ്പായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ആൾ മറ്റാരുമല്ല, സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും ഇതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഇത് തന്നെ ഉറപ്പിച്ചിട്ടില്ല. നമ്മൾ ഇതുവരെക്കുള്ള നമ്മൾ 4-5 കൊല്ലം കൊണ്ട് റിവ്യൂ ചെയ്യില്ല. നമുക്കറിയാം ഏത് കാറ്റഗറിയിൽ പെടുന്ന ഏത് ലെവലിൽ അവർ എടുക്കുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് സീക്രട്ട് ഏജന്റും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇൻ കേസ് അവർക്ക് ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രം, അവർക്ക് പറ്റത്തില്ല എന്ന് അവർ പറയുന്നെങ്കിൽ മാത്രമേ അവരില്ലാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പറയുന്ന സീക്രട്ട് ഏജന്റും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നമ്പർ 3 അനീഷ നായർ. കഴിഞ്ഞ സീസണിൽ തന്നെ ഏതാണ്ട് അവസാനം വരെ അറ്റം വരെ വന്നിട്ട് മാറിപ്പോയ അനീഷ നായർ, പൂനെയിലെ റൈഡർ ഗേളായ അനീഷ നായർ. ഇതാണ് എൻ്റെ മൂന്നാമത്തെ പേര്. ഈ അനീഷ നായർ ഈ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 100% ഉറപ്പായിട്ട് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനി നാലാമത്തെ പേര് വീണ മുകുന്ദൻ. നമുക്കറിയാം നമ്മുടെ ഈ പറയുന്ന ബിഹൈൻഡ് വുഡ്സിലെ വീണ മുകുന്ദൻ. ഇപ്പൊ അവരൊക്കെ മാറി സ്വന്തമായിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങി. ഈ പറയുന്ന വീണയ്ക്കും ഈ പറഞ്ഞ പോലെ ഓഡീഷനും കാര്യങ്ങളൊക്കെ വീണ മുകുന്ദനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടല്ല വരണ്ട, നിങ്ങൾക്ക് വേണ്ട എന്ന് ഒരു കാരണം ഞാൻ കാണുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഇത്രയും ഈ പറഞ്ഞതുപോലെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് എന്ന കണ്ടസ്റ്റന്റ്സ് ആയ ആരായിക്കോട്ടെ അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത ലെവലിലും എല്ലാത്തിലും വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വീണ മുകുന്ദൻ. അതുകൊണ്ട് തന്നെ വീണ മുകുന്ദനെ മാറ്റി നിർത്താൻ എടുക്കാതിരിക്കാനുള്ള ഒരു കാരണം ഈ പറയുന്ന 4 പേര്, അതിപ്പോ സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ, അനീഷ നായർ ആയിക്കോട്ടെ, ജാസ്മിൻ ആയിക്കോട്ടെ, വീണ മുകുന്ദൻ ആയിക്കോട്ടെ, ഈ 4 പേരെയും എടുക്കാതിരിക്കാനുള്ള ഒരു കാരണം ഞാൻ കാണുന്നില്ല. നമ്മുടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് ഞാൻ കാണുന്നില്ല. ഈ 4 പേരും ഉറപ്പായിട്ടും ഒരു 100% എങ്കിലും ഇതിനകത്ത് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് അവർക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അവരെ കാണുമെന്ന് കാണുന്നു. നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 6 നമുക്ക് പൊളിക്കണം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.